2020 ലോകകപ്പിന്റെ സെമിയിലെത്താൻ ഇന്ത്യക്ക് കഴിയുമോ? ഇതാണ് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സിംബാബ്വെക്കെതിരെ മികച്ച വിജയം സ്വന്തമാക്കിയ ഇന്ത്യക്ക് അടുത്ത മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ വീഴ്ത്തിയാൽ സെമിയിലേക്ക് ഈസി ആയിട്ട് പ്രവേശിക്കാം. സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ മികച്ച റൺ റേറ്റ് സ്വന്തമാക്കി സെമി പ്രവേശനം കൂടുതൽ ഉറപ്പാക്കാനുള്ള ശ്രമമൊന്നും ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒരുപക്ഷെ മത്സരത്തിൽ കൂടുതൽ സമ്മർദ്ദമാക്കേണ്ട എന്ന് കരുതിയാകും ഇന്ത്യൻ നിര പതിയെയാണ് കളിച്ചത് എന്ന് പറയേണ്ടി വരും. വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ ജയിച്ചാൽ മറ്റൊരു ടെൻഷനുമില്ലാതെ ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാം. എന്നാൽ മത്സരത്തിൽ മഴ പെയ്ത് ഒരു പന്ത് പോലും എറിയാതെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഇന്ത്യക്ക് ഒരു വലിയ പണി കിട്ടുന്നുണ്ട്. കാരണം അങ്ങനെ വന്നാൽ ഇന്ത്യ സെമിയിലേക്ക് എത്തില്ല, പുറത്താകും. പകരം വെസ്റ്റ് ഇൻഡീസ് ആയിരിക്കും സെമിയിൽ എത്തുക. അതിനൊരു കാരണമുണ്ട്. നെറ്റ് റൺ റേറ്റിൽ നിലവിൽ വെസ്റ്റ് ഇൻഡീസ് തന്നെയാണ് മുന്നിൽ. ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് നെഗറ്റീവിൽ തന്നെ നിൽക്കുന്നതാണ് പ്രശ്നം. ദക്ഷിണാഫ്രിക്കെതിരായ പോരാട്ടത്തിൽ വിൻഡീസ് കനത്ത തോൽവി വഴങ്ങിയിരുന്നെങ്കിലും നെറ്റ് റൺ റേറ്റ് 5 നിന്നും +1.791 ആയി കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഗ്രൂപ്പിലെ 2ാം സ്ഥാനം നഷ്ടമായിട്ടില്ല. ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ മത്സരത്തിൽ വിജയിക്കാൻ കഴിയാതെ പോവുകയും രണ്ടാമത്തെ സിംബാബ്വെക്കെതിരെ നടന്ന മത്സരത്തിൽ ഒരു വലിയ വിജയം നേടാൻ കഴിയാതിരുന്നതും ഇന്ത്യയുടെ റൺ റേറ്റ് ഇപ്പോഴും മൈനസിൽ തന്നെയാണ് നിൽക്കുന്നത്. -0.100 ആണ് ഇന്ത്യയുടെ നിലവിലെ നെറ്റ് റൺ റേറ്റ്. അതുകൊണ്ട് റൺ റേറ്റിന്റെ കണക്കുകൾ നോക്കി ഇന്ത്യക്ക് ആശ്വസിക്കാൻ കഴിയില്ലെങ്കിലും മത്സരം വിജയിച്ചാൽ ഈ ഒരു ടെൻഷനും ഇല്ലാതെ സെമിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇന്ത്യയുടെ ആരാധകർക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഈ മത്സരം നടക്കുന്ന ദിവസങ്ങളിൽ 6 മുതൽ 11 മണി വരെ ഒരു മഴയും പെയ്യില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പകൽ സമയത്ത് പരമാവധി 34 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. മത്സരം നടക്കുന്ന സമയത്ത് താപനില 25 മുതൽ 26 ഡിഗ്രി വരെ താഴുന്നതോടെ മികച്ച കാലാവസ്ഥയിൽ താരങ്ങൾ കളിക്കാനാകും എന്നാണ് ഇപ്പോഴത്തെ പ്രവചനം. പക്ഷേ ഫ്ലഡ് ലൈറ്റ് ഓൺ ആക്കുന്നതോടുകൂടി മഞ്ഞ് കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ആനുകൂല്യം മുതലാക്കാൻ ടോസ് നേടുന്ന ടീം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ ഒരു വലിയ അഴിച്ചുപണിക്കും ടീം മാനേജ്മെന്റ് തയ്യാറായേക്കില്ല. ഒടുവിൽ സിംബാബ്വെക്കെതിരെ കളിച്ച അതേ 11 പേരെ തന്നെയാകും ഇനി വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിലും ഇറക്കാൻ പോവുക. സഞ്ജു സാംസൺ കൂടി ഫോമിലേക്ക് ഉയർന്നതോടെ ഇന്ത്യയുടെ ആത്മവിശ്വാസം ആകെ വർദ്ധിച്ചിട്ടുണ്ട്. മത്സരത്തിൽ വിൻഡീസിനെതിരെ വൻ മാർജിൻ ലയിച്ചുകൊണ്ട് സെമിയിലെത്താനാകും ഇന്ത്യ ശ്രമം നടത്തുന്നത്. അത് പ്രധാനമായും വരാനിരിക്കുന്ന സെമി ഫൈനൽ മത്സരങ്ങളിൽ വൻ ടീമുകളെയാണ് ഇന്ത്യ നേരിടേണ്ടി വരുന്നത്. അതിനു മുമ്പ് ഒരു മികച്ച മത്സരം നടത്തി ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ മുന്നിലുള്ള മറ്റൊരു ലക്ഷ്യം. What is that strength that brings women together and helps them move forward? Self-help groups. Central Bank of India, under DAY NRLM, provides financial support to self-help groups and through Sent Nari Shakti to their members. Central to you since 1911.